പെട്ടിയും കൊണ്ട് വന്നൊരുത്തനുണ്ടല്ലോ, ഫെനി നൈനാൻ, അയാളാണ് അതിൻ്റെ സഹായി. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇവരൊരു പെൺവാണിഭ സംഘമാണോ എന്ന് വരെ സംശയമുണ്ട്. ഈ പെൺവാണിഭ സംഘം എല്ലാത്തിനും കൂട്ടുനിൽക്കുക. അതായത് ഈ ഫെനി നൈനാൻ, അതുപോലെ ഇയാളെ സംരക്ഷിക്കുന്ന സംരക്ഷകർ, ഹെഡ്മാഷ് ഉൾപ്പെടെ ഉണ്ട് എന്നല്ലേ ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത്. രാഹുൽ മാങ്കുട്ടം MLA യഥാർത്ഥത്തിൽ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇപ്പോൾ ദൈനംദിനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതൃത്വ നിരയാകെ ഇപ്പോൾ ഞങ്ങൾ പല പരാതികളും നേരത്തെ ബോധിപ്പിച്ചിരുന്നു, അതെല്ലാം അവഗണിച്ചു, എന്നെ പുച്ഛിച്ചു എന്നാണ് ഷഹനാസ് പറഞ്ഞത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവരെ വിളിച്ച് രാഹുൽ മാങ്കുട്ടം ചോദിച്ചത്, നിങ്ങൾ കർഷക സമരത്തിന് പോകുന്നത് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ വിചാരിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ടീമാകെ പോവുകയാണെന്ന്. അപ്പോൾ രാഹുൽ മാങ്കുട്ടം അതിനെ തിരുത്തി, അല്ല നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് പറഞ്ഞത് എന്നാണ്. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ഹെഡ്മാഷിനോട് പറഞ്ഞു. ഹെഡ്മാഷ് വളരെ പുച്ഛിച്ചല്ലോ. ഷഹനാസ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരാ ഹെഡ്മാഷ് എന്നുള്ളത്. വളരെ പുച്ഛിച്ചു, അവഗണിച്ചു. ഷഹനാസ് പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കാൻ രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ ഇയാളെ ആക്കിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് വലിയ അപകടമുണ്ടാകും, ഇയാളെ ആക്കരുത് എന്ന് അന്ന് തന്നെ ഒരു സൂചന കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കുന്നു. അതിനുശേഷം പത്തനംതിട്ട ജില്ലക്കാരനായ ഇയാളെ പാലക്കാട് ബൈ ഇലക്ഷനിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നു. ഇതെല്ലാം ആരുടെ താല്പര്യമാണ്? ആ താല്പര്യക്കാരൻ്റെ പേരാണ് ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത്. ഞാൻ മാധ്യമങ്ങളോട് 2 ദിവസം മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ ബലാത്സംഗ വിഷയവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഭാവി പരിപാടി എന്തായിരിക്കുമെന്ന് പത്രക്കാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾക്കെതിരെ ഭാവി പരിപാടി തീരുമാനിച്ചാൽ 1 വർഷമെങ്കിലും ഈ പരിപാടി നടത്തേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ ബലാത്സംഗ പരാതി കൈ കഴുകി ടിഷ്യൂ പേപ്പർ കൈ തുടയ്ക്കാൻ എടുക്കുന്നത് പോലെയാണ്. കാരണം ഒന്നെടുത്താൽ കൂടെ മറ്റൊന്ന് വരും. ആ രൂപത്തിലാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അത് പറഞ്ഞ് 2ാമത്തെ ദിവസം 23-കാരിയായ ഒരു പെൺകുട്ടി വീണ്ടും പരാതി കൊടുത്തു. അതിമൃഗീയമായി ബലാത്സംഗം ചെയ്തു, ഹോം സ്റ്റേ വിളിച്ചു കൊണ്ടുപോയി. അതിന് നേരത്തെ ഇവിടെ ബൈ ഇലക്ഷനിൽ പെട്ടിയും കൊണ്ട് വന്നൊരുത്തനുണ്ടല്ലോ, ഫെനി നൈനാൻ, അയാളാണ് അതിൻ്റെ സഹായി. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇവരൊരു പെൺവാണിഭ സംഘമാണോ എന്ന് വരെ സംശയമുണ്ട്. ഈ പെൺവാണിഭ സംഘം എല്ലാത്തിനും കൂട്ടുനിൽക്കുക. അതായത് ഈ ഫെനി നൈനാൻ, അതുപോലെ ഇയാളെ സംരക്ഷിക്കുന്ന സംരക്ഷകർ, ഹെഡ്മാഷ് ഉൾപ്പെടെ ഉണ്ട് എന്നല്ലേ ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത്.